പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. വെറുതെ ഉയർത്തി ഒരിക്കൽ കൂടെ നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് വിശ്വാസത്തോടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് മാത്രമാണ് ഏക ദൈവമെന്നും ഏക കർത്താവെന്നും ഏക രക്ഷകനെന്നും ഏകനാഥനെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ കുരിശുമരണത്തിലൂടെ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ വംശത്തിനും എന്റെ തലമുറയ്ക്കും വിടുതലുണ്ടെന്ന്, സൗഖ്യമുണ്ടെന്ന്, അഭിഷേകമുണ്ടെന്ന്, മോചനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രണ്ട് കരങ്ങൾ ഉയർത്തി. കർത്താവായ യേശുവേ, വചനം ഗ്രഹിക്കാൻ തക്ക വിധം എന്റെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ, എന്റെ മനസ്സിനെ അങ്ങ് തുറക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയിട്ടുള്ള 1-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ശിഷ്യന് എഴുതിയിട്ടുള്ള 1-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ബൈബിളിലൊരു തുറന്നുകൊള്ളുക, ഒന്ന് വായിച്ചു കേൾക്കാതെ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. തുടർന്ന് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. നമ്മളതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. വളരെ എടുത്തേറ്റ് പറഞ്ഞേ, ഒന്ന് ഓർക്കെ പറഞ്ഞേ. അടുത്തിലേക്ക് നാൾ ഷെയ്ഖാൻ്റെ അടുത്ത് പറഞ്ഞേ, ദൈവഭക്തിയിൽ. ഒരു 3 പേർക്ക് പറ, പെട്ടെന്ന് പറ, 3 പേരോട് പറ. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നീ ദൈവഭക്തിയിൽ പരിശീലനം നേടണം. അടുത്ത വചനം 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ഈവനിങ് വാക്കിങ്ങിന് പോകും, ചില ആൾക്കാർ ഭക്ഷണം ഒത്തിരി ക്രമീകരിക്കും, ചില ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യും, എക്സർസൈസ് ചെയ്യും. അപ്പോൾ വചനം പറയാണ്, ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് ഓടാൻ പോകുന്നു, നടക്കാൻ പോകുന്നു, ചാടാൻ പോകുന്നു, ജിമ്മിൽ പോകുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. സെന്റ് പോൾ പറയാണ്, ആത്മീയത എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. അതിൻ്റെ കാരണം ഇതാണ്, അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. കാരണം ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ, ആത്മീയ പരിശീലനം എന്ന് പറഞ്ഞാൽ, അത് ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിലെയും വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ആത്മീയ പരിശീലനം, ആത്മീയത, സ്പിരിച്വൽ എക്സർസൈസ്, അത് എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞ് വചനത്തിലൂടെ ദൈവം നൽകുന്ന ഒരു അഭിഷേകവും ക്രിയവും നമുക്ക് സ്വീകരിക്കാം. വളരെ എടുത്ത് എല്ലാവരും ഏറ്റുപറയുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. മാ തുറന്നു പറഞ്ഞേ, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യം, ആത്മീയ ജീവിതം, ആത്മീയത എന്ന് പറഞ്ഞാൽ അത്
ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഏറ്റവും പ്രയോജനമുള്ളതാണ് ആത്മീയ ജീവിതം അല്ലെങ്കിൽ ആത്മീയ പരിശീലനം. ആത്മീയ പരിശീലനം എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഭൗതികമായിട്ടുള്ള പരിശീലനം നേടുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, അതുപോലെ നല്ല ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്കൊരു ഭാഷ അറിയത്തില്ലെങ്കിൽ കണക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല ട്യൂഷന് വിടുന്നു. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കൊടുക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ബൈബിൾ പറയാണ്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ഒന്നാം സ്ഥാനം ആത്മീയ കാര്യങ്ങൾക്കും ആത്മീയ ജീവനും നൽകാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഒരുപാട് സുഖങ്ങളും ഒരുപാട് സന്തോഷങ്ങളും അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. എല്ലാ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഒരു കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു വലിയൊരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ശൂന്യതാബോധം, എന്തോ ഒരു സങ്കടം, ഒരു തകർച്ച, ഒരു കണ്ണീര് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ ഒരു ബീച്ചിൽ അദ്ദേഹം പോയിരിക്കുകയാണ്, കടൽ തീരത്ത് പോയിരിക്കുകയാണ്. കടലിലെ തിരമാലകളെ നോക്കി ചെറിയ കല്ലൊക്കെ അതിലേക്ക് ഇങ്ങനെ പറക്കിയിട്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഞൊണ്ടിക്കാലൻ ഇതാ ഫ്രാൻസിസ് സേവ്യറിന്റെ അടുത്തേക്ക് വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞൊണ്ടിക്കാലൻ ഞൊണ്ടി ഫ്രാൻസിസ് സേവ്യറിന്റെ അടുത്തേക്ക് വന്ന് ഫ്രാൻസിസിനോട് ഇങ്ങനെ പറഞ്ഞു, ഫ്രാൻസിസേ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം? ഫ്രാൻസിസേ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം ഫ്രാൻസിസിന്റെ ഹൃദയത്തിലേക്ക് ഒരു ചാട്ടുളി പോലെ കടന്നു വന്നു. ലോകത്തിന്റെ സുഖങ്ങളുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സമ്പത്തുണ്ട്, സകല കാര്യങ്ങളും ഉണ്ടെങ്കിലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം? ഈ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ജോലി വേണ്ടാന്ന് വെച്ചു, അദ്ദേഹം തൻ്റെ സ്ഥാനമാനങ്ങൾ വേണ്ടാന്ന് വെച്ചു. അദ്ദേഹം ആ വ്യക്തിയുടെ ഞുണ്ടിക്കാലിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞുണ്ടിക്കാലിനാണ് ഇഗ്നേഷ്യസ് ലയോള. ആ വിശുദ്ധന്റെ പുറകെ ഇറങ്ങിത്തിരിച്ച് ഒരു വൈദികനായിട്ട് മാറി. ആത്മാക്കളെ തരിക, ബാക്കിയുള്ളതെല്ലാം എടുത്തുകൊള്ളുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അനേക രാജ്യങ്ങളിൽ പോയി ധാരാളം ആളുകളെ മാമോദീസ മുക്കി വലിയ ക്രൈസ്തവ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച വ്യക്തിയായിട്ട് ഫ്രാൻസിസ് സേവ്യർ മാറി. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞു, ആത്മരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആത്മീയ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹം ഒന്നാം സ്ഥാനം ആത്മീയ കാര്യത്തിന് നൽകാനായിട്ട് തീരുമാനിച്ചു. നമുക്കറിയാം, ഒരു വ്യക്തിയിൽ 4 തരത്തിലുള്ള ജീവനുണ്ട്. ജന്തുജീവനുണ്ട്, സസ്യജീവനുണ്ട്, ബുദ്ധിജീവൻ, ഇന്റലക്ച്വൽ ലൈഫ് ഉണ്ട്. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മീയ ജീവൻ. നമ്മൾ പലപ്പോഴും 3 കാര്യങ്ങൾക്ക്, സസ്യജീവനും ജന്തുജീവനും അതുപോലെ ബുദ്ധിജീവനും നല്ല പ്രാധാന്യം കൊടുക്കുകയും അത് കൂടുതൽ വളരാൻ വേണ്ടി നമ്മൾ ഒത്തിരി സമയം ചെലവഴിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആത്മീയ ജീവൻ പുഷ്ടിപ്പെടാൻ, വളരാൻ ഇന്ന് പലപ്പോഴും പലർക്കും സമയമില്ല, അതിൻ്റെ ഒരു ശ്രദ്ധയില്ല. ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? അന്നൊരു ഗസ്റ്റ് വന്നു, അന്ന് മാറ്റിവെക്കണ സാധനമാണ് കുടുംബ പ്രാർത്ഥന. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം ഇറച്ചി തിന്നാൻ പാടില്ല എന്നറിയാം, അന്നൊരു ആരെങ്കിലും വന്നു, അന്ന് നമ്മൾ കോഴിനെ കൊന്നു. എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങൾക്കോ ആത്മീയ നിയമങ്ങൾക്കോ ചട്ടങ്ങൾക്കോ പലപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. പക്ഷെ സെന്റ് പോൾ പറയാണ്, ആത്മീയത എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. ശാരീരികമായിട്ടുള്ള പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ആത്മീയത, സ്പിരിച്വൽ എക്സർസൈസ്, അത് ഈ എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തെയും വലിയ വാഗ്ദാനങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ചൂടായ കാരണം കർത്താവ് AC ഇട്ട് തരുന്നതാണ്. ഹല്ലേലൂയ. വെറുതെ എടുത്ത് 2 ഹല്ലേലൂയ പറഞ്ഞ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ ഉറക്കെ സന്തോഷത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആത്മീയ പരിശീലനം നേടും, സ്പിരിച്വൽ എക്സർസൈസ് നടത്തും. നമുക്കറിയാം, രാവിലെ ഒരു ഓട്ടക്കാരൻ, നല്ല ഓട്ടക്കാരനാണ്, രാവിലെ എഴുന്നേറ്റ് എത്രയോ കിലോമീറ്ററാണ് ഓടുന്നത്. ഒരു ഫിസിക്കൽ എക്സർസൈസ് അവൻ നടത്തും. കാരണം അവൻ്റെ പേശികൾക്ക് മസിലിനൊക്കെ ബലം ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ ചെയ്യും. അവൻ്റെ ഭക്ഷണമൊക്കെ അവൻ ക്രമീകരിക്കും, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും. കാരണം അവനറിയാം ഓടി മിടുക്കനാകണം, സമ്മാനം മേടിക്കണം. ഒരു ഫിസിക്കൽ എക്സർസൈസ് അവൻ നടത്തും. സെന്റ് പോൾ പറയാണ്, പക്ഷേ നീ നടത്തേണ്ടത് അതിനേക്കാൾ അപ്പുറത്ത് ഒരു സ്പിരിച്വൽ എക്സർസൈസ് നടത്തണം, ഒരു ആത്മീയ പരിശീലനം നടത്തണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്പർശിച്ച ഒരു സംഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം.
ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ചെറുപ്പക്കാരനാണ്. അവൻ എൻ്റെ അടുത്ത് വന്നു. അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ സ്പിരിച്വൽ ഡയറി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ്റെ ആത്മീയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയുള്ള ഒരു സ്പിരിച്വൽ ഡയറി. അപ്പം ചോദിച്ചു, തന്നെ മോനെ? ഞാൻ പറഞ്ഞു, അച്ഛാ, ഇതെൻ്റെ സ്പിരിച്വൽ ഡയറിയാണ്, ആത്മീയമായിട്ടുള്ള എൻ്റെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ടോ എന്ന കാര്യം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അവന് ഒരു ദിവസം എത്ര സമയം പേഴ്സണൽ പ്രെയർ, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചു എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കുമ്പസാരിച്ചിട്ട് എത്ര ആഴ്ചയായെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനന്ന് എത്ര ജപമാല ചൊല്ലാൻ പറ്റി എന്നവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആ ദിവസം അവൻ വായിച്ച വചനത്തിൽ അവൻ ഏറ്റവും അധികം സ്പർശിച്ച ഒരു വചനം അവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ, ഇതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നിനക്ക് എന്തുകൊണ്ടാണ് പ്രേരണ ഉണ്ടായത്? അവൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു സത്യം തിരിച്ചറിയാം, ആത്മീയതയാണ് എല്ലാ വിധത്തിലും പ്രയോജനമുള്ളത്. ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം കടന്നു പോകും, പക്ഷെ ഒന്നാം സ്ഥാനം ആത്മീയ കാര്യങ്ങൾ കൊടുക്കാൻ എനിക്കൊരു ആഗ്രഹം ദൈവം തന്നു. പ്രത്യേകിച്ച് എൻ്റെ അപ്പനിലൂടെയും എൻ്റെ അമ്മയിലൂടെയും എനിക്കത് കിട്ടി. അവരും ഒന്നാം സ്ഥാനം ആത്മീയ കാര്യങ്ങൾ കൊടുക്കും. ഞായറാഴ്ച വേറെ ജോലിക്ക് പോകത്തില്ല, അന്ന് നിർബന്ധമായിട്ടും ദേവാലയത്തിൽ പോകും. സാധിക്കുന്ന എല്ലാ ദിവസവും പള്ളിയിൽ പോകും. വർഷത്തിൽ 1-2 പ്രാവശ്യം ധ്യാനം കൂടാനായിട്ട് പോകും. ആത്മീയ കാര്യങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു അപ്പനെയും അമ്മേനെയും ദൈവം എനിക്ക് തന്നച്ചാം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിൽ അവൻ ഒന്നാം സ്ഥാനം ദൈവത്തിനും ദൈവികമായ കാര്യങ്ങൾക്കുമാണ് നൽകണത്. ഇപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് അവൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ, അച്ഛാ, അപ്പോൾ പൂനെ ജോലി ചെയ്യാണ്, ഇപ്പോഴും എനിക്ക് സ്പിരിച്വൽ ഡയറി സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ ദിവസവും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ചിന്തിച്ചു നോക്കണം. എത്ര സമയം എൻ്റെ ആത്മാവൊന്ന് പുഷ്ടിപ്പെടാൻ, ആത്മാവൊന്ന് വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ശരീരം വളരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് സമ്പത്ത് വളരാൻ വേണ്ടി ഒരുപാട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന എൻ്റെ ആത്മാവിൻ്റെ ആ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ പണവും സമയവും ഊർജവും ഒക്കെ ചെലവഴിച്ച് കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം, ആത്മശോധനയ്ക്ക് വിധേയമാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് തിരിച്ചറിയണം, ഒന്നാം സ്ഥാനം ആത്മീയ ജീവിതത്തിനാണ് നമ്മൾ നൽകേണ്ടത്. കാരണം ബാക്കിയുള്ളതെല്ലാം കടന്നു പോകും. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ എങ്ങനെ പഠിപ്പിച്ചു? ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകും, ലോകവും അതിന്റെ എല്ലാ മോഹങ്ങളും കടന്നു പോകും, എന്നാൽ ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ചെറിയൊരു പരീക്ഷ നൽകുകയാണ്. നമ്മൾ എങ്ങനെയാണ് മഴ പെയ്യുമ്പോൾ കഷ്ടപ്പാടുണ്ടാകുമ്പോൾ വചനം സ്വീകരിക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്ക സഭയ്ക്ക് 1-ാം ലേഖനത്തിന് 1-ാമത്തെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. ഏറ്റു പറഞ്ഞേ, വളരെ ക്ലേശങ്ങൾക്കിടയിലും, പറഞ്ഞേ, വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദം. മഴ പെയ്യുമ്പോഴും ഹല്ലേൽ ദൈവമേ നിനക്ക് നന്ദി, നനയുമ്പോഴും ദൈവം നിനക്ക് നന്ദി, പക്ഷെ എനിക്ക് വചനം കേൾക്കണം. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിൽ കാണുന്നത്. ഹല്ലേലൂയ. ബ്രദർ ഓർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തെസ്സലോനിക്കയിലെ സഭയിൽ നിറഞ്ഞ ആ ഒരു തീഷ്ണത നമ്മളിലേക്ക് നിറയാൻ വേണ്ടി ഈ വചനം നമുക്കൊന്ന് ഒരുമിച്ച് ഏറ്റു പറയാം. വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദത്തോടെ വചനം ശ്രവിക്കാൻ കർത്താവായ യേശുവേ എനിക്ക് കൃപ നൽകണമേ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വചനം കേൾക്കുകയാണ് നമ്മൾ. മറക്കരുത്, സെന്റ് പോൾ പറയുന്നു, ആത്മീയത എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. ആത്മീയ ജീവൻ വളരണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പാടുകൾ സഹിച്ചേ മതിയാകും, അതിനുവേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിച്ചേ മതിയാകൂ. പെട്ടെന്നൊരു ധ്യാനം കൂടി അല്ലെങ്കിൽ ഒരു സ്തുതിച്ചു കഴിഞ്ഞാൽ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുകയില്ല. ആത്മീയമായിട്ട് വളരാൻ, ആത്മീയ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും സ്പിരിച്വൽ എക്സർസൈസ് നടത്തണം, പരിശീലനം നേടണം. ദൈവഭക്തിയിൽ പരിശീലനം നേടണം, ദൈവഭക്തിയിൽ പരിശീലനം നേടണം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വചനവർഷമാണ്.
കൂടുതൽ വചനം വായിക്കാനും പഠിക്കാനും അത് പഠിപ്പിക്കാനൊക്കെയുള്ള ഒരു അനുഗ്രഹത്തിന്റെ വർഷമാണ് ഈ വർഷം. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ തിമോത്തിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാതെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നമ്മളെ ജ്ഞാനികളാക്കുന്നത് വിശുദ്ധ ലിഖിതമാണ്. അത് പഠിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് നിറയുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യം, ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഈ വിശുദ്ധ ലിഖിതം പഠിക്കുന്നതിലൂടെ, അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതിലൂടെ, അത് എഴുതി പഠിക്കുകയോ അത് പറഞ്ഞു പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി അവൻ പൂർണ്ണത പ്രാപിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ ജീവൻ വളരണമെങ്കിൽ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം. അതാണ് യേശു മത്തായിയുടെ സുവിശേഷം 4:4 പറഞ്ഞത്, മനുഷ്യൻ ഭക്ഷണം കൊണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പൊ ജീവിക്കുന്നത് വെറുതെ ഭക്ഷണം കൊണ്ടല്ല, വെറുതെ സമ്പത്തുകൊണ്ട് ജീവൻ ഉണ്ടാകില്ല. ആത്മീയ ജീവൻ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഭക്ഷിക്കണം. ദൈവത്തിന്റെ വചനം കേട്ടാൽ മാത്രം പോരാ, വചനം പഠിച്ച് അത് അറിഞ്ഞ് അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ അഭിഷേകം നമുക്കുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ, അവിടെ ഈശോ ഇപ്രകാരമാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 38-39 വാക്യങ്ങൾ. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അടുത്ത വാക്യം, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ശ്രദ്ധിച്ചേ, ആത്മീയ ജീവൻ വളരണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ നമ്മളിലുള്ള ജീവൻ വളരണമെങ്കിൽ, ആത്മീയ ജീവൻ പുഷ്ടി പ്രാപിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വളരെ അത്യാവശ്യം നിറഞ്ഞൊരു കാര്യമാണ് സമയം കിട്ടുമ്പോഴും ത്യാഗം സഹിച്ചും ദൈവത്തിന്റെ വചനം പഠിക്കുക എന്നുള്ളത്. അത് എഴുതി പഠിക്കണം, അത് കഷ്ടപ്പെട്ട് പഠിക്കണം, അതിന് 1-ാം സ്ഥാനം കൊടുക്കണം. എനിക്ക് ഒരു പരിശീലനം ആവശ്യമാണ്. അതുകൊണ്ട് ഈ വർഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കലുള്ള ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ഒരു ഡയറിയൊക്കെ വാങ്ങിക്കുക. നിങ്ങൾ വായിക്കുന്ന വചനം നിങ്ങളെ സ്വാധീനിക്കുന്നത് അതിൽ എഴുതുക. എന്നിട്ട് അത് ആവർത്തിച്ച് പറയുക. നമ്മളോട് തന്നെ പറയുക, നമ്മുടെ പങ്കാളിയോട് പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുക. അങ്ങനെ ശരിക്കും ഒരു കഷ്ടപ്പാട് നമ്മൾ എടുക്കുമ്പോൾ ദൈവ വചനം നമ്മളിൽ നിറയുകയും ആത്മീയ ജീവൻ നമ്മളിൽ വളരുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വളരെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കണ്ണുകളുടെ ചുറക്ക പറഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന്, കർത്താവായ യേശുവേ, അധരം തുറന്ന്, കർത്താവായ യേശുവേ, ആത്മീയ ജീവിതത്തിന് 1-ാം സ്ഥാനം കൊടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവായ യേശുവേ, ആത്മീയത എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് 1-ാം സ്ഥാനം ആത്മീയതയ്ക്ക് നൽകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ സമയത്ത് കണ്ണുകളടച്ച് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 1-ാം സ്ഥാനം നൽകണത് എന്തിനാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെപ്പോഴും മാറ്റിവെക്കുന്ന സാധനമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആത്മീയജീവൻ പിന്നെ വളരത്തില്ല. അല്ലെങ്കിൽ വചനവായന, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന കാര്യം, ആത്മീയ കാര്യമാണ് പെട്ടെന്ന് അവഗണിച്ച് കളയണത്. ആത്മാർത്ഥമാണെന്ന് ആത്മശോധന ചെയ്യാം. സെൻറ്റ് പോൾ പറയുകയാണ്, നീ ദൈവഭക്തിയിൽ പരിശീലനം നേടണം.
ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ്. എല്ലാ വിധത്തിലും പ്രയോജനമുള്ളതാണ് ആത്മീയത. സ്പിരിച്വൽ എക്സർസൈസ്. അതിനുവേണ്ടി കഷ്ടപ്പെടണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം, എല്ലാ ദിവസവും വചനം വായിക്കണം, വചനം പഠിക്കണം, അതുപോലെ മറ്റുള്ളവരോട് വചനം പറയണം, കഷ്ടപ്പെടണം, മധ്യസ്ഥം വഹിക്കണം. ഇങ്ങനെ ഒരു സ്പിരിച്വൽ എക്സർസൈസ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മീയതയിൽ വളരുന്നത്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തളർന്നു പോകത്തുള്ളൂ. നമുക്ക് ഈ ദിവസം തമ്പുരാൻ്റെ അടുത്ത് ഒരു കാര്യം പ്രത്യേകം സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി, ദൈവമേ, കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് ആത്മീയ ജീവൻ വളരാൻ വേണ്ടി ആത്മാവിന് ആവശ്യമായ ഭക്ഷണം സമൃദ്ധമായിട്ട് നൽകാൻ ഒരു കൃപ അഭിഷേകം എനിക്ക് നൽകണമേ. കഴിഞ്ഞകാല ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ആത്മീയ കാര്യങ്ങൾ അവഗണിച്ചിട്ടുണ്ട്, കുടുംബ പ്രാർത്ഥന മാറ്റിവെച്ചിട്ടുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥന വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, ബൈബിൾ വായന പലപ്പോഴും അവഗണിച്ചിട്ടുണ്ട്, വിശുദ്ധ കൂദാശകൾ ഞാൻ പലപ്പോഴും സ്വീകരിച്ചിട്ടില്ല, പിന്നെ ആകട്ടെ എന്ന് വെച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശരീരത്തിൽ ആവശ്യമായ ഭക്ഷണം കൊടുക്കാനും ശരീരത്തിന് ആവശ്യമായ വിശ്രമം കൊടുക്കാനും സുഖം കൊടുക്കാനൊക്കെ ഞാൻ പലപ്പോഴും പണവും എല്ലാം ചെലവഴിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു 1000-1 അംശം പോലും ആത്മീയതയിൽ വളരെ ഞാൻ ചെലവഴിക്കുന്നില്ല. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. 1-ാം സ്ഥാനം ആത്മീയതയ്ക്ക് നൽകുവാനുള്ള ഒരു പരിശുദ്ധാത്മ അഭിഷേകം ഇപ്പോൾ എനിക്ക് നൽകണമേ. കൈകൾ ഉയർത്തി ആഗ്രഹിക്കുന്നവരെല്ലാം ഉറക്കെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുവാനുള്ള വലിയ ശക്തിയും കൃപയും നമ്മളിലേക്ക് ഉണ്ടാകട്ടെ. മന്ദതയും മരവിപ്പല്ല, ആത്മീയ ജീവിതത്തിലുള്ള എല്ലാ ക്ഷീണവും മന്ദതയും മരവിപ്പും വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ അഭിഷേകവും നമ്മളിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി കുറച്ചും കൂടെ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഉറക്കെ വിളിക്കുന്നു, ഇരുകൈകൾ ഉയർത്തി വിളിക്കുന്നു, യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ദൈവജനമേ, ദൈവത്തെ വിളിക്കുക. ഹല്ലേലൂയ. യേശുവേ. അഭിഷേകമഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. ആത്മീയ ശക്തി അഭിഷേകമഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. ആത്മീയ ശക്തി അഭിഷേകമഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സഹിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. സഹിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേകമഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സഹിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേകമഗ്നി എന്നിൽ വ്യാപരിക്കട്ടെ. ശക്തി അഭിഷേകമഗ്നി എന്നിൽ ദൈവത്തിന്റെ അഭിഷേകം ആത്മീയ ശക്തി അഭിഷേകമഗ്നി ഈ സമൂഹത്തിന്റെ മേൽ കത്തി പടരട്ടെ. ആത്മീയ ശക്തി അഭിഷേകമഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. ആത്മീയ ശക്തി അഭിഷേകമഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. ദൈവകൃപയുടെ അഭിഷേകം, ദൈവഭക്തിയുടെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം, പരിശുദ്ധാത്മന്റെ അഭിഷേകം, ദൈവാസനത്തിന്റെ അഭിഷേകം, ദൈവിക ബോധ്യങ്ങൾ, ദൈവശക്തി നിറയട്ടെ. എല്ലാ എതിർശക്തിയിലും വിട്ടുപോകട്ടെ. അവിശ്വാസം, അന്ധത, മരവിപ്പ്, എതിർചിന്ത, മല്ലടിയ സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി. ദൈവശക്തി നിറയട്ടെ, അഭിഷേക ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ അഭിഷേക ശക്തിയുണ്ട്. മടുപ്പ് കൂടാതെ കരങ്ങൾ ഉയർത്തി ചെറിയവരും വലിയവരും ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ. ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ അന്തരീക്ഷത്തിന്റെ
പ്രപഞ്ചത്തിന്റെ മേലെ സകല ദേശങ്ങളിലും ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വലിയ ദൈവിക ശക്തി സമൂഹത്തിലേക്ക് നിറയട്ടെ. ഈ ശരീരങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇരുളടഞ്ഞത് പ്രകാശിക്കട്ടെ കർത്താവേ. ബന്ധനത്തിരിക്കുന്ന ബന്ധനങ്ങൾ വിട്ട് വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. കോട്ടകളിരിക്കുന്ന കോട്ടകൾ തകർത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ കർത്താവേ. സകല ദോഷങ്ങൾ വിട്ടുപോകട്ടെ, പാപബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. ആത്മീയ ജീവിതത്തിലേക്ക് ഉയരാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ പാപശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുപോകട്ടെ. ഭയം, ഭീരുത്വം, ടെൻഷൻ, ആകുലത, ഉത്കണ്ഠ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ, അഭിഷേകത്തിന്റെ ശക്തി നിറയട്ടെ. സജീവനിൽ നിറഞ്ഞ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിന് മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ ആത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ഈ ദാസന്മാരുടെ മേൽ ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ